എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായല്ലേ, ഏകദേശം ഒരു 2 ആഴ്ചയായെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കല്യാണവും അതുപോലെ തന്നെ മരണവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നാൾ വീഡിയോ ഒക്കെ ഇടാഞ്ഞേ. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊരു 2 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ കരുതി നമ്മുടെ ഒരു സാധനം എന്തായാലും നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഞാൻ സാധനം മേടിച്ച് വീട്ടിൽ. അപ്പം അതൊന്ന് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങളോട് പറയാവുന്ന രീതിക്കാണ് ഇത്രയും ലേറ്റായിട്ട് ഞാനിതിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ഇതായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടുത്തെ ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു വീട്ടിലൊരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്നുള്ളത്. അപ്പം എന്തെങ്കിലും നമ്മളിങ്ങനെ ഓഫറൊക്കെ വരുമ്പോൾ മേടിക്കാമെന്ന് അങ്ങോട്ട് കരുതും. അപ്പോൾ എന്തെങ്കിലും ചിലവ് വരും, ആ പൈസ അങ്ങ് വേറെ വഴിക്ക് പോകും. അങ്ങനെ ഞങ്ങൾ കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിലൊക്കെ ഇങ്ങനെ കുറേ വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങനെ വിഷ് ലിസ്റ്റിലൊക്കെ ഇട്ട് ഇങ്ങനെ മേടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരു ഓഫർ വന്നപ്പോൾ മേടിച്ചൊരു സംഭവമാണിത് കേട്ടോ. അപ്പം നമ്മൾ മേടിച്ച വാഷിംഗ് മെഷീൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാം. പടിയുണ്ട് 2 പൊട്ടിച്ച് കാണിക്കണോ അച്ഛാ? അങ്ങനെ താണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് സാംസങ്ങിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. അപ്പം ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു സ്വപ്നമാണ് കേട്ടോ. വീട്ടിലോട്ട് വന്നപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇതിലെ ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. അപ്പം അവർ തുറന്ന് കാണിച്ച് വല്ല കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് അഥവാ എന്തെങ്കിലും ഞണങ്ങിയോ തട്ടിയൊക്കെ ഇരുന്നാൽ നമ്മളത് റിട്ടേൺ അടിക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ മേടിക്കുന്ന സംഭവം അങ്ങനെയൊക്കെ വരുവാറുണ്ടല്ലോ. ഇതേ കണക്ക് കഴിഞ്ഞ വട്ടം ഞങ്ങൾ ലാപ്പ് ഓർഡർ ചെയ്തപ്പോൾ വന്നതിനകത്ത് സ്ക്രീനിൽ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഏട്ടനായതുകൊണ്ട് ഏട്ടൻ ഉണ്ടായിരുന്നത് വന്നപ്പം, അതുകൊണ്ട് തുറന്ന് നോക്കി അത് റിട്ടേൺ അടിച്ചായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ നോക്കുകയാണ് കേട്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കാരണം ഇനി ഞാനിത് മേടിച്ച് വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വൈകിട്ട് വരുമ്പോൾ എനിക്ക് കിട്ടില്ലേ. അതുകൊണ്ട് അച്ഛനെ കൊണ്ട് ഞാനിതെല്ലാം നോക്കിച്ചു, കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അച്ഛൻ്റെ തലയിലാക്കാമല്ലോ. അങ്ങനെ വാഷിംഗ് മെഷീന് കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മുടെ വീട്ടിലെ സ്വന്തം സാധനമാണെന്ന് പറഞ്ഞ് അവരൊരു മൂലയിൽ തള്ളി വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് പോയി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്ത്, ഇനി ഇതിന് വാട്ടർ കണക്ഷൻ വേണം, പൈപ്പ് ലൈൻ വേണം, അതിന് പ്രത്യേകമായിട്ട് കറണ്ടിൻ്റെ സംഭവം പിടിക്കണം. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വിചാരം വാഷിംഗ് മെഷീൻ മേടിച്ച് വെച്ച് പിറ്റേ ദിവസം കഴുകാൻ തുടങ്ങാമെന്നാ. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് അന്ന് അറിഞ്ഞു. പിന്നെ എനിക്കങ്ങനെ ഡൗട്ടായിരുന്നു, ഇതെന്തുവാ ഇത് ഇളകിയിരിക്കുവാന്നോ. പക്ഷേ ഇതെല്ലാം ഇളക്കി കളയാനുള്ളതൊക്കെ ആയിരുന്നു. അവരെൻ്റെ ഈ ഒരു ഞെട്ടലൊക്കെ കണ്ടിട്ട് എന്തായിരിക്കും അവർ കരുതി കാണി കൊച്ചിന് വട്ടാണെന്ന്. ഞാൻ അമ്മാതിരി സംസാരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതെല്ലാം മ്യൂട്ടാക്കി. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ വീട്ടിലെത്തിയ സന്തോഷത്തിൽ ഞാൻ അപ്പോഴേ ഏട്ടനെ വീഡിയോ കോൾ വിളിച്ചിട്ട് സംഭവമൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു. ഏട്ടന് സന്തോഷമായി കേട്ടോ. ആദ്യം ഒന്ന് ചിരിച്ചു, പിന്നാണ് ഞാൻ അറിയുന്നത് ഏട്ടൻ ഓഫീസിൽ ഇരിക്കുമല്ലയോ. അതുകൊണ്ട് പുള്ളി എനിക്ക് കാണിച്ചൊക്കെ തന്നു, ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുമോ ആളുണ്ടെന്നൊക്കെ കാണിച്ചു തന്നു. പിന്നെ നൈസിനെ കട്ടാക്കി. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞ് നമുക്ക് വാട്ടർ കണക്ഷനൊക്കെ പിടിക്കണം എന്നൊക്കെ മറ്റേ നമ്മുടെ കസ്റ്റമർ കെയർ ആണോ ഇത് ഫിക്സ് ചെയ്യാൻ വരുന്ന ഒരാളുണ്ടല്ലോ, പുള്ളി നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഏത് മുറിയിലാണ് നിങ്ങൾ വെക്കുന്നത് അവിടെ നിങ്ങളിതെല്ലാം സെറ്റാക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അടുക്കളയുടെ ഓപ്പോസിറ്റ്, ലെഫ്റ്റിലോട്ട് അടുക്കളയാണ്, റൈറ്റിലോട്ട് താണ്ട് ഒരു ചെറിയൊരു മുറിയുണ്ട്. ഇത് നമ്മുടെ നളിനിയുടെ റൂമായിരുന്നു, അതായത് നമ്മുടെ അമ്മാമ്മയുടെ. അമ്മാമ്മ ഇപ്പോൾ വരച്ചിട്ട് 2 വർഷമായി. അപ്പോൾ അമ്മാമ്മയുടെ മുറിയായിരുന്നു. അപ്പം അതൊന്ന് ഞങ്ങളൊന്ന് വൃത്തിയാക്കിയിട്ട് ഏട്ടൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ആ റൂമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ റൂമിലാണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ വെക്കാൻ പ്ലാൻ ആക്കിയത്. ആദ്യം നമ്മൾ വീട്ടിൻ്റെ മേളിൽ വെക്കാമെന്നാണ് കരുതിയത്, കാരണം നമുക്ക് ആ തുണി അപ്പോഴേ ജസ്റ്റ് എടുത്ത് മേളിൽ തന്നെ അങ്ങ് വിരിക്കാമല്ലോ. പിന്നെ കരുതി അകത്ത് സെറ്റാക്കാമെന്ന്. അങ്ങനെ നമ്മൾ അകത്ത് പൈപ്പ് കണക്ഷനും കാര്യങ്ങളും ഒക്കെ പിടിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നപ്പം വൈകിട്ടൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ആ ഒരു സാംസങ്ങിന്നല്ലേ വരുന്നത്, ആ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ആൾ വന്നു. അപ്പോൾ ഏട്ടൻ ഇല്ലായിരുന്നു കേട്ടോ, ഏട്ടൻ ജോലിക്ക് പോയേക്കുമായിരുന്നു, വന്നിട്ടില്ലായിരുന്നു. അമ്മ ജോലിയും കഴിഞ്ഞതാ വന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അത് ഫിക്സ് ചെയ്യാനുള്ള സംഭവം സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് അയാളങ്ങോട്ട് ഫിക്സ് ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ പയ്യനത് പണിഞ്ഞോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കറണ്ട് അങ്ങ് പോയി കേട്ടോ. അല്ലേലും അങ്ങനെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്തേലും ഒരു കുഴപ്പം വരും. എന്തായാലും കുറേ നേരം നമ്മളെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. കറണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് വന്നു. എന്താ പറ്റിയെന്ന് അറിഞ്ഞില്ല. KSEBക്കാർക്ക് വലിയൊരു വണക്കം. അങ്ങനെ നമ്മുടെ സാധനം സെറ്റായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങ് ഞെട്ടുമായിരുന്നു. എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ഞാൻ അപ്പം അങ്ങ് ഞെട്ടുമായിരുന്നു. എന്തൊരു ശബ്ദം കേട്ട്. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഞാൻ ട്യൂഷൻ എടുത്തോണ്ടിരുന്നതാണെന്ന്. അപ്പോൾ എന്തായാലും ഈ വാഷിംഗ് മെഷീൻകാർ 6:30 കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിള്ളേർക്ക് 5 മണിക്കാണ് വീട്ടിൽ ട്യൂഷൻ തുടങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയും പഠിപ്പിച്ച് സെറ്റാക്കി വെച്ചിരുന്നതാണ്. അങ്ങനെ അവർക്ക് പഠിക്കാനും എക്സാമിനും കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് വീണ്ടും വീഡിയോ എടുക്കാനായിട്ട് വന്നേ. ഈ ഇളക്കുന്ന സംഭവം കണ്ടോ, അന്ന് ഈ വാഷിംഗ് മെഷീൻ അവർ ഡെലിവറി ചെയ്യാൻ വന്ന ദിവസം ഞാൻ അവരോട് ഇത് തുറന്നപ്പോൾ ചോദിച്ചു, ഇത് ഡാമേജ് ആണോ, വാഷിംഗ് മെഷീൻ എന്തെങ്കിലും ഇളകിയിരിക്കുവാണോ എന്ന് വരെ ചോദിച്ചു. ഞാനൊരു സംഭവമാണല്ലേ ഗൈസ്. അങ്ങനെ നമുക്ക് എന്താണ് വാഷിംഗ് മെഷീനിൽ നമ്മൾ കുറച്ച് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നമ്മളിത് ഊരണോ എപ്പോഴേലും? എന്തിനാ ഇതുവരെ ക്ലീൻ ചെയ്യണം. ഇടയ്ക്കിടെ പൊടി അങ്ങനെ എല്ലാം നീല ഇതിനകത്താണ് ഈ ഫിൽറ്റർ ഇരിപ്പുണ്ടാണ്. ഓക്കെ, അത് ഊരണോ? ഇത് കണ്ടോ, നമ്മൾ ഊരെന്ന് പറയുമ്പോ പിടിക്കുന്ന ഭാഗം വെളിയോട്ടായി തിരിച്ചിടരുത്, ഇങ്ങനെ അകത്തോട്ട് ഇടരുത്, ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇതിനകത്താണ് ഈ വാട്ടർ പ്യൂരിഫൈ ചെയ്തിരുന്നത്. ഈ പൊടി ഓര് അങ്ങനെയൊക്കെ ഉള്ള മൊത്തം അടിയുന്ന വന്ന് ഇതിനകത്തായിരിക്കും. ഇതാണ് നമ്മള് ഇപ്പൊ എങ്ങനെ പൊടിയൊക്കെ ഉണ്ടോ ഇവിടെ ഉള്ളത്, കിണറ്റിലെ വെള്ളമാ, ടാങ്കിൽ നിന്ന് വരുന്ന പൊടിയൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, പ്യുവർ വാട്ടർ. ഇതിൽ ആരെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം എടുത്ത് ക്ലീൻ ചെയ്യുക. കാരണം മെഷീൻ കറക്റ്റ് വെള്ളം കിട്ടില്ല എന്നുണ്ടെങ്കിൽ എയർകോഡ് കഴിഞ്ഞ് മെഷീൻ ഓഫ് ആവും. അപ്പൊ എത്ര നമ്മള് വൺസിനെ വീക്ക്? ഒരാഴ്ച ഒരു ദിവസം. അങ്ങനല്ല, പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ എവിടെ നീല സാധനം ഇത് പിടിക്കുന്ന ഭാഗം വെളിയോട്ടായിരിക്കും, അകത്തോട്ട് തെളിയാൻ കഴിക്കാം. അതകത്തോട്ട് തരാം, ഞാൻ നൂരി നോക്കോട്ടെ. ടൈറ്റ് കാണും. ഇതൊക്കെ എന്ത് ഗൈസ്, ഇതൊക്കെ എന്ത് നിസ്സാരമല്ലേ, നിസ്സാരം. അങ്ങനെ ഞാൻ അത് വലിച്ചു പിടിച്ചൊക്കെ കാണിച്ചൊക്കെ കൊടുത്ത് പയ്യൻ അതൊക്കെയാണെന്ന് പറഞ്ഞ് അപ്രൂവ് ചെയ്തു. ഓക്കെ അമ്മേ ഉദ്ഘാടനം ചെയ്യാമേ വാമേ. ടച്ചിങ് ആണ് എല്ലാം. ഇത് പവർ ഓൺ ഓഫും എന്ന് പറഞ്ഞാൽ പവർ നമുക്കിപ്പോൾ ഓഫ് ആക്കാനും പറ്റേ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഓഫായി. അതുകൊണ്ടാണ് നമ്മൾ പവർ ഓൺ ഓഫും പറയുന്നത്. പവർ ഓൺ ആക്കുക. അതുപോലെ ആദ്യം കുറച്ച് ഇത് സ്റ്റാർട്ടിംഗ് ബട്ടൺ ആണ് കേട്ടോ. നമ്മൾ ഏതാണ് ഓപ്ഷൻ കൊടുക്കുന്നത് അതിനോട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇത് കാണിച്ച് കുറച്ച് തുണിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ? അതുപോലെ ഇത് എനിക്കിതറിയാനുള്ള ആക്രാന്തം മൂത്ത് ഞാൻ തുണി എടുത്തിടാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ. ക്വിക്ക് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 15 മിനിറ്റ് വാഷിങ്ങേ കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അഴുക്കൊന്നും ഇല്ലാത്ത ഡ്രസ് എടുത്തിട്ടു അപ്പുറത്തെ നിമിഷം വരെ പോയുള്ളൂ. അഴുക്കും ഇല്ല, വിയർപ്പും ഇല്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് കഴുകി വെക്കണം എന്നുള്ളതെങ്കിൽ മാത്രം ജസ്റ്റ് 15 മിനിറ്റത്തെ കാര്യം കാണത്തുള്ളൂ. കാരണം നോർമൽ വാഷിന്റെ അത്രയും അങ്ങോട്ട് അടിച്ച് കലയും വൃത്തിയാക്കത്തില്ല. ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് ഒരു 15 മിനിറ്റ് കഴുകി വൃത്തിയാക്കി ഇതിങ്ങനെ. സൂപ്പർ എക്കോ വാഷ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എനർജി സേവ് ചെയ്ത് കോൾഡ് വാട്ടറിൽ കഴുകുന്നത് കേട്ടോ. ഈ കോട്ടൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പഴയ കോട്ടൺ എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി കട്ടിയുള്ള കോട്ടൺ ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഒരു ഇച്ചിരി അയഞ്ഞ കോട്ടൺ ഒക്കെ ഉണ്ട്. അതാണ് ഈ കോട്ടൺ എന്ന് പറഞ്ഞാൽ. സിന്തസിക്സ് എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ തുണികളൊക്കെ ഉണ്ടല്ലോ, പോളിസ്റ്റർ നൈലോൺ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ കിട്ടും. അതിൽ കഴുകാൻ 2.5 മണിക്കൂർ എടുക്കുന്നതാണോ ടൈം കാണിക്കുന്നത്? ടൈം കാണിക്കും. അപ്പൊ ഇത് ഇത്ര സമയം എടുക്കുന്നു ഇത് കഴുകി കിട്ടാൻ? സമയം എടുക്കുന്നവരെ കറണ്ട് കൂടത്തില്ല. ഇത് 5 സ്റ്റാറില്ലേ, പവർ സേവിംഗ് ആണ്. സമയം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ചിലപ്പോ അത് ഇടുമ്പോ അത്രയും സമയം ചിലപ്പോൾ കാണിച്ചില്ലെന്നും വരും. നോർമലി അതിന് ആ വെയിറ്റ് എത്ര ഇടുമ്പോൾ ഈ സമയം കാണിക്കും എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോ ഇത്ര ഇത് കാണിക്കത്തില്ല കേട്ടോ. നോർമൽ വാഷ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തുണികളും ടൈപ്പ് ഇന്ന ടൈപ്പ് ഒന്നുമില്ല. കോട്ടൺ ആയാലും നമ്മള് നിത്യോപയോഗ സാധനം മൊത്തം ഇട്ട് വാഷ് ചെയ്യുന്ന ഡെയിലി വാഷ്. അതിനകത്തിട്ട് ചിലപ്പോൾ നമ്മൾ ഡെലിക്കേറ്റ്സിന്റെ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനായിട്ടുള്ള കംഫർട്ട് കിട്ടത്തില്ല. ഡെലിക്കേറ്റ്സ് ഇട്ട് മെഷീൻ ഓൺ ആക്കുമ്പോൾ ആ തുണിക്ക് വേണ്ടുന്ന കംഫർട്ട് അത് കൊടുക്കും. അതിനാണ് ഡെലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. അതിനാണ് ഓരോ ഫംഗ്ഷനും.
അപ്പൊ അതിപ്പം ഡെയിലി വാഷ് ഇട്ട് കഴുകിയാലും കഴുകി കിട്ടും. പക്ഷെ അത് ഡാമേജ് ആവും പറയാൻ പറ്റത്തില്ല. ടവൽ അങ്ങനെയൊക്കെ ബെഡ്ഷീറ്റ് ഷർട്ട് ഐറ്റം. ആ പയ്യൻ അടിപൊളിയായിട്ടാണ് എല്ലാം പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം ഇപ്പം നമുക്ക് വാഷിംഗ് മെഷീൻ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ഒറ്റ മിനിറ്റ് കൊണ്ടാണ് സ്വിച്ച് ഇടുന്നു, സാധനം ഇടുന്നു, ലിക്വിഡ് ഒഴിക്കുന്നു, എല്ലാം നമ്മൾ ഇട്ടിട്ട് അങ്ങ് പോവും. പക്ഷേ ആ പയ്യൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതെല്ലാം പ്രസൻറ്റ് ചെയ്ത് തന്നത് കേട്ടോ. ഹൈജീനിക് സ്റ്റീം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കഴുകുന്നത്. ചൂടുവെള്ളത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ വാഷ് വേണമെങ്കിൽ നമുക്ക് കഴുകാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഹൈജീനിക് സ്റ്റീം ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽ കേസുള്ള തുണികളാണ്. ഹോസ്പിറ്റൽ കേസ് തുണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നോർമൽ വാഷോ അല്ലെങ്കിൽ മറ്റു വാഷിന്റെ കൂടെ ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കാൻ പറ്റും. പക്ഷേ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ തുണിക്ക് യോജിച്ചായിരിക്കത്തില്ല ചിലപ്പോൾ കൂട്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് മെഷീൻ തന്നെ മെഷീനാണ്. മെഷീൻ തന്നെ വേണ്ടുന്നത് അതിന് വേണ്ടുന്ന വെള്ളമായാലും ഹൈജീനിക് സ്റ്റീമിൽ ചൂടുവെള്ളമായാലും അതിന് ആ തുണിക്ക് കംഫർട്ട് ആയിട്ടുള്ളത് എടുക്കത്തുള്ളൂ. ഇതായാലും ഏത് വാഷിംഗ് ആയാലും എല്ലാം സെൻസിങ് ആണിത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഇത്രയും വൃത്തിയായിട്ട് ക്ലാസ് കേട്ടിട്ടില്ല ഗെയ്സ്. ഞാൻ ക്ലാസ് കേട്ടിട്ടില്ല. അങ്ങനെ ഇതെല്ലാം ഇത്രയും വൃത്തിയായിട്ട് കേട്ടിട്ടും ഞാൻ ഇതുവരെ ഇതിനകത്ത് 2 ഓപ്ഷൻസ് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഡെയിലി വാഷിൻ്റെ ഒരു മണിക്കൂർ 6 മിനിറ്റുള്ള ഒരു ഡെയിലി വാഷിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ 50 മിനിറ്റിൻ്റെ ക്വിക്ക് വാഷ് എന്ന് പറയുന്ന ഓപ്ഷനും മാത്രമേ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ല വേറെ ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും ആ പയ്യൻ എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു. അമ്മ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അമ്മ വന്നേ ഉള്ളതായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് വെളിയിലൊക്കെ ആയിരുന്നു കേട്ടോ. പഠിക്ക് ചേച്ചി ടെസ്റ്റ് പേപ്പർ ഇടും എല്ലാം എന്താ എടുത്തു വെച്ചോട്ടെ. ട്യൂഷൻ കഴിഞ്ഞെന്ന് ചേച്ചി പറഞ്ഞില്ലല്ലോ. 7:30 വരെ ഉണ്ട് ട്യൂഷൻ. അതുകൊണ്ട് എല്ലാവരും പഠി. എന്താ നിങ്ങൾക്ക് ഞാനിപ്പോൾ ട്യൂഷൻ എടുക്കാത്തതിന് സങ്കടം ഇല്ലേ? എൻ്റെ ദിലീഷിന് സങ്കടമുണ്ട്. ദിലീഷ് കരയുന്നു ഞാൻ ട്യൂഷൻ എടുക്കാത്തതുകൊണ്ട്. എൻ്റെ ദിലീഷ് എന്താ മോനെ 7 ആയില്ല. പടിയടാ. പിന്നെ നിങ്ങളിത് കാണുമ്പോൾ ഞാൻ ട്യൂഷൻ എടുക്കാതെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമെന്നും കരുതരുതേ. 5 മണിക്കാണ് നമ്മുടെ ട്യൂഷൻ തുടങ്ങുന്നത്. 6:30 ആയപ്പോഴാണ് ഇവർ വന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നതാണ്. പിന്നെ പിള്ളേർ കുറച്ച് നേരം എൻജോയ് ചെയ്യട്ടെന്നേ. പണ്ട് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മുടെ ടീച്ചർമാർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ സോസ് കളിക്കാം, ബിങ്കോ കളിക്കാം, ഏണിയും പാമ്പും. അയ്യോ ഏണിയും പാമ്പും കുറച്ച് ഓവറാ. വേറെ എന്തെങ്കിലും കളിക്കാമല്ലോ. അപ്പോൾ പിള്ളേർ കുറച്ച് നേരം എൻജോയ് ചെയ്യട്ടെന്ന് ഞാനും കരുതി. അങ്ങനെ നമ്മൾ വീഡിയോ എടുപ്പങ്ങ് തുടർന്നു. ഇതും വാഷിങ്ങിന്റെയാണ്, ഇതും വാഷിങ്ങിന്റെയാണ്. ഇത് കംഫർട്ട് വയ്ക്കുന്ന ഐറ്റമാണ്. നോർമലി തന്നെ നമ്മുടെ വാഷിംഗ് വരുന്നത് ഇതിനകത്താണ്. ലിക്വിഡ് ഒഴിക്കേണ്ട ഈ ഇതിന്റെ താഴെ ഇതിനകത്താണ് ഈ കോയിനൊക്കെ വന്നടിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ അതൊക്കെ ഉള്ളത് തിരിച്ച് ഹോൾഡ് ചെയ്യുമ്പോൾ തിരിച്ചിട്ടാണ് ഈ എടുത്ത സാധനം ഉണ്ടല്ലോ. ഈ എടുത്ത സാധനത്തിനുണ്ട് ഒരു ഇതുണ്ട്, ഒരു ഹോൾഡിങ്ങിന്റെ ഇത് കണ്ടോ. ഇത് ഇതാണ്ട് ഈ വെള്ളയുണ്ട് ഇതിനകത്ത് സംഭവം നോക്കണം കറങ്ങി അവിടെ ചെന്ന് മുട്ടുന്നത്. അണ്ട് ഇതുണ്ട് ഈ സാധനം. ഇതിനകത്ത് ഒന്ന് ലോക്ക് ആവണം, ഇതൊരു ടച്ച് ആവണം. ടച്ച് ആവണം. ഓരോന്നോരോന്നിടമേ. അമ്മ ഇനി പഠിക്കണ്ടയോ? അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അമ്മയെക്കൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യിച്ചു. പണ്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് വരെ ഉദ്ഘാടനം ചെയ്യുന്ന ടീംസ് അല്ലായിരുന്നു. നിങ്ങളെങ്ങനെ ചെയ്യുമായിരുന്നോ? ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പുതിയ പേസ്റ്റ് മേടിച്ച് കഴിയുമ്പോൾ ഞാനും ചേച്ചിയുടെ വഴക്കായിരുന്നു. ടൂത്ത് പേസ്റ്റ് ഉദ്ഘാടനം ചെയ്യണം, സോപ്പ് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ഉദ്ഘാടനം അമ്മയ്ക്ക് വിട്ടുകൊടുത്ത് ഞാൻ മഹതിയല്ലേ മഹതി. അങ്ങനെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ അടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തുടങ്ങാം. നോക്കണം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ടാപ്പ് ഓൺ ചെയ്ത് ടാപ്പ് ചെയ്ത് റൗണ്ട് കണ്ടോ അതിന് 3-5 പ്രസ് ചെയ്തിട്ടാ അവർ പറയുന്ന അനുസരിച്ച് കോട്ടൺ ആണോ? അല്ലല്ല നമ്മൾ ഡെയിലി അല്ലല്ല ഇതിനകത്ത് പഞ്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്താ. ഓക്കെ എത്തുമ്പോൾ പറയല്ലേ. ഞാൻ അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോ. കഴിഞ്ഞില്ലല്ലോ. ഇതല്ലേ
ഡെയിലി വാഷ് കഴിഞ്ഞ് ഇവിടെ അല്ലേ? അത് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ അല്ലേ? ആ. നിക്കാൻ മക്കളെ, ഇതാ വരുന്നേ. ഹോൾഡ് എന്ന് പറഞ്ഞേക്കുന്നു. ഉടനെ കറങ്ങത്തില്ല. സെൻസിങ് ലോഡ് കാണിക്കുന്നുണ്ടോ? ലോഡ് സെൻസ് ചെയ്തിട്ട് എടുത്തിട്ട് മെഷീൻ കറങ്ങത്തുള്ളൂ. കറക്കം കണ്ടോ ഗൈസ്. അപ്പം ഞാൻ ഈ സംഭവം ആദ്യം വീട്ടിൽ വന്ന ദിവസം അംഗനവാടി പഠിക്കുന്ന പിള്ളേർ ABCD പഠിക്കുന്ന കണക്ക് ഞാൻ എല്ലാം കേട്ടോണ്ടിരുന്നുവെങ്കിൽ ഇപ്പം ഞാൻ ഇതിൽ PhD എടുത്തു ഗൈസ്. PhD ഇപ്പം ഞാൻ ഇതിൽ സകലകല വല്ലഭയാണ്. ഇപ്പോൾ തുണിയെഴുതെന്ന് പറഞ്ഞാൽ ദേ പോയി ദാ വന്നതിൻ്റെ കണക്കേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മളിതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പം നമുക്കിതിൽ എക്സ്പേർട്ട് ആവാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺ എൻ്റെ കൈ കിട്ടുമ്പോഴും ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ കേട്ടോ. വാട്സപ്പ് എന്താണ്, ഫേസ്ബുക്ക് എന്താണ് എന്നൊന്നും അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ആ അവസ്ഥ തന്നെയായിരുന്നു വാഷിംഗ് മെഷീൻ ആദ്യം എൻ്റെ കൈ കിട്ടിയപ്പോൾ. ഇപ്പം സൂപ്പറാണ് സംഭവം. അപ്പം വാഷിംഗ് മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലതാണ്, നല്ല വാഷിംഗ് മെഷീനാണ്. ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. സാധനം അതിനകത്തിട്ട് കഴുകി ഉണക്കി നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ എന്താണ്, സൂപ്പറാണ്. എല്ലാവർക്കും വാങ്ങാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ സാധനം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം എല്ലാവരും വേണ്ടവർക്ക് വാങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, അവിടെ നിന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ടാറ്റാ ബൈ ബൈ, സീ യു.